ഇപ്പോൾ ഞങ്ങൾ ഗുജറാത്തിലെ രാജ്പിപ്പലയിലാണ്. 6-ാം ദിവസം രാവിലെയായി. ഇവിടെ ഞങ്ങൾ താഴെ തന്നെ ഇവിടെ ഒരു ഈ കാണുന്ന സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത് മുകളിലോട്ട്. ഉണ്ടോ? ഇന്നലെ റൂം കാണിച്ചു. അപ്പോൾ ആ റൂമിൽ ഏകദേശം 2200 രൂപയാണ് നമുക്ക് ഒരു ദിവസത്തെ റെൻറ്റ്. അപ്പോൾ അവിടെ പാചകമൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദീപയും വിജയം നോക്കി ഇവിടെ പാചകം ചെയ്യുന്നു. ബാക്കിയുള്ളൊരു റെഡി. രാവിലെ 6 മണിയോടെ 5 മണിക്കാണ് നമ്മൾ റെഡിയായി തുടങ്ങിയത്. ഒരു പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ മുമ്പിലാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്. തക്കാളി ടൊമാറ്റോ ഫ്രൈ ആണിന്ന്. ടൊമാറ്റോ ഫ്രൈയും ചോറും റെഡി. അത് കഴിഞ്ഞാൽ നമ്മുടെ ദേശീയ ഭക്ഷണമായ ഉപ്പുമാവ് നമ്മളുണ്ടാക്കും അല്ലേ? ഉപ്പുമാവ് ഉണ്ടാക്കും. വിജയചേട്ടനാണ് കേട്ടോ ഇന്നത്തെ പാചകം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളങ്ങോട്ട് ക്ഷമിക്കണം. അപ്പോൾ ഓക്കെ, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് 8 മണിക്ക് റെഡി ആയിട്ട് പട്ടേൽ പ്രതിമയുടെ അവിടെ പോകാനുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാൻ. 7 മണിക്കെങ്കിലും ഇറങ്ങണം ഇവിടെ നിന്ന്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ ആയിട്ട് കാണാം. ഇന്നും നമ്മുടെ ഉപ്പുമാവാണ്. ഉപ്പുമാവ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ചാർജ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗുജറാത്തിലെ രാജ്പിപ്പല ലോഡ്ജിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പോൾ സമയം 7:30. നമ്മൾ 7 മണിക്ക് ഇറങ്ങണമെന്നാണ് കരുതിയത്. പക്ഷേ ഭക്ഷണം പാചകം ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഉപ്പുമാവൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഇനി ഇവിടെ നിന്ന് 30 കിലോമീറ്ററാണ്. അരമണിക്കൂർ കൊണ്ട് എത്തും. 8 മണിക്ക് നമുക്ക് അവിടെ എത്തണം. 8 to 10 നമ്മുടെ സ്ലോട്ട്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ പട്ടേൽ പ്രതിമയുടെ കാഴ്ചകളായിട്ട് കാണാം. അപ്പോൾ അത് നമ്മൾ സ്റ്റാച്യൂലേക്ക് പോവുകയാണ്. വണ്ടി പാർക്ക് ചെയ്യുന്നത് എവിടെയാണ്? ബുരാ പാർക്കിംഗ് എന്നാണ് കേട്ടത്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്യണം. ഒരു 4-5 കിലോമീറ്റർ ഇവിടെ നിന്ന് പോകാനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ബസ്സിലാണ് പോകുന്നത്. ഞാൻ വരുമ്പോൾ അന്ന് സ്റ്റാച്യൂവിൻ്റെ അടുത്ത് വരെ നമുക്ക് വണ്ടി കൊണ്ട് ഇടാമായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു പദ്ധതി ഇല്ല. നമുക്ക് ഇവിടെ ഒരു ബസ് കിടപ്പുണ്ട് കണ്ടോ. ഈ ബസ്സിലാണ് നമുക്ക് കയറി പോവേണ്ടത്. അപ്പോൾ നമുക്ക് ബസ്സിലേക്ക് കയറാം. കണ്ടോ? അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി. ഇവിടെ നിന്ന് കുറച്ച് ദൂരം സഞ്ചരിക്കാനുണ്ട്. ഇനി ആൾക്കാർ കയറാനുണ്ട് കേട്ടോ. വണ്ടി നല്ല ക്ലീൻ ആൻഡ് ഇതാണ്. ഇതാദ്യത്തെ എനിക്ക് തോന്നുന്നത് ഡോണ്ട് സിറ്റ് ഹിയർ എന്നൊക്കെ പറഞ്ഞ സിംഗിൾ സീറ്റായിരുന്നു. ഇപ്പോൾ കൊറോണയുടെ ഇവിടെ കൊറോണ പൊതുവെ കുറവാണ്. സ്കൂളുകളൊക്കെ ഓപ്പൺ ചെയ്തെന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് യാത്ര ഇത് കാണാം. നമുക്ക് വളരെ അകലെ കാണാം. നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കേട്ടോ, ശരിക്കും ബാക്ക് സൈഡാണ്. ഇപ്പം ബാക്ക് സൈഡാണ് കാണുന്നത്. ഈ പോണ വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. രാത്രി ആകുമ്പോൾ നന്നായിട്ട് തെളിഞ്ഞ് നിൽക്കും. നമ്മൾ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇറങ്ങുകയാണ്. ഇനി നമുക്കിതിൽ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. നല്ല സ്പേസാണ് കണ്ടോ. നല്ല സ്പേസാണ്. ഇവിടെ സ്റ്റേഷൻ 1 സ്റ്റേഷൻ 2 എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് സാവകാശം നമ്മുടെ കുറച്ച് ദൂരമുണ്ട്. ശരിക്കും 1 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ഇത് നടക്കാൻ. 1 കിലോമീറ്ററിനടുത്ത് നടക്കാണ്ട്. ഇവിടെ മലയാളികൾക്കൊരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റാച്യു ഓഫ് യൂണിറ്റി നമ്മുടെ ഭാഷയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെ,
അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഓൺലൈനിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറാനായിട്ടുള്ള ശ്രമമാണ്. ഇവിടെയാണ് എഴുതി വെച്ചിട്ടുണ്ട് എൻട്രി ആൻഡ് വ്യൂയിങ് ഗാലറി വിസിറ്റേഴ്സ്. അപ്പോൾ നമ്മൾ കയറുകയാണ്. ഇത് ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇതൊരു ഓപ്പൺ ചെയ്തില്ലേ? ഓപ്പണാണ്. ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ടിക്കറ്റ് നോക്കി നമ്മളെ അകത്തോട്ട് കയറ്റി വിടും. ഇത് നമ്മുടെ ടെമ്പറേച്ചർ ചെക്കിങ്. ജീവിതത്തിൽ ഉപയോഗിക്കാത്ത സാധനമാണ് ഈ തമ്പാക്കും ഇതൊക്കെ. അപ്പോൾ ദേ കണ്ടോ, സൂപ്പറാട്ടോ. കാരണം പറഞ്ഞാൽ ഇതൊരു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു അന്താരാഷ്ട്ര ലെവലായി. നല്ല നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. മൊത്തത്തിൽ നല്ല സൂപ്പറാക്കിയിട്ടിരിക്കണ, ക്ലീൻ ആൻഡ് നീറ്റാണ്. അപ്പോൾ അടിപൊളി. നമുക്കിനി എസ്കുലേറ്ററൊക്കെ കിട്ടും. അവിടെ എത്തുമ്പോഴാണ് എസ്കുലേറ്റർ കിട്ടുള്ളൂ. ഇനി ഒരു ടിക്കറ്റ് ചെക്കിങ് കൂടി ഉണ്ട് എന്നാണ് എനിക്ക് അറിയാം. എനിക്ക് തോന്നുന്നത് ടിക്കറ്റ് ചെക്കിങ് ഒരെണ്ണം കൂടി ഉണ്ടാവും. അപ്പോൾ എങ്ങനെയുണ്ട്? ഞങ്ങളുടെ വിജയൻ ചേട്ടൻ കണ്ട പയ്യനായി, ഒന്നുകൂടി പയ്യനാണ്. പിന്നെ ചേട്ടത്തി ഇപ്പോൾ ചുരിദാർ ഇനി മാറ്റൂല എന്ന് എനിക്ക് തോന്നണം. സ്ഥിരമായിട്ട് ചുരിദാറാക്കാനുള്ള പ്ലാനാണ് അല്ലേ? എളുപ്പമാണല്ലേ? എളുപ്പമാണ്. കണ്ട ചുരിദാർ ഈ ടൂറ് പ്രമാണിച്ചാണ് ചേട്ടത്തി ചുരിദാർ ഇട്ടേട്ടാ. ജീവിതത്തിൽ ആദ്യമായിട്ട് ചുരിദാറിട്ട്. അല്ല, കൊച്ചിലെ സ്കൂളിലും ഇട്ടിട്ടില്ല. കണ്ട ഇപ്പോഴാണ് ചുരിദാറിട്ട. ദീപ പിന്നെ നമ്മുടെ 24-ാം തീയതി ആദ്യത്തെ വിസിറ്റേഴ്സ് മിക്കവാറും നമ്മളായിരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷെ മുമ്പിൽ ആരും ഉണ്ടോ? ഉണ്ടറാ. അല്ല, നമ്മളാണ് ഇപ്പം മുമ്പിൽ. നമ്മളാണ്. ആ മയില് സൂപ്പറായിട്ട് പീല് നിർത്തി ആടുന്ന പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ ചെക്കിങ് ഉണ്ട്. കണ്ടാ, നല്ല അടിപൊളി. ബിഗുവിന് പണ്ട് പേടിയാട്ടോ. ബിഗുവിന് പേടിയാ. ബിഗു പോയി, ഞാൻ പോയി. ഇത് ഓരോരുത്തർക്ക് ഓരോ ഇത് ബാർകോഡ് വെച്ചാണ് എടുക്കുക. അപ്പോൾ അതെ, നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആൾക്കാരിപ്പോൾ കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് ആദ്യം ബിഗുവിൻ്റെ ആഗ്രഹമാണ് അല്ലേ, നടന്ന് പോകാണ്ടാന്നാണോ? നടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിലോട്ടൊന്ന് കയറിയാൽ മതി. നമുക്കിതിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്കവിടെ എത്താം. നമ്മൾ നടക്കുകയാണെങ്കിൽ ഇത്തിരി സ്പീഡിൽ അവിടെ എത്താം. അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളൊരു വാരം കോടിയൊക്കെ മുടക്കി പണിത ഒരു ഏരിയ എന്ന് പ്രതീക്ഷിക്കുന്നത്. ഇത്ര എസ്കലേറ്ററുകളല്ല, നടക്കൊന്നും വേണ്ട. എസ്കലേറ്ററൊക്കെ ഇങ്ങനെ കയറി അങ്ങനെ പോകാം. അവോയ്ഡ് ടച്ചിങ് എനി സർഫേസ്. എവിടെയും തുടരുന്ന അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാണ് തുടരുന്നത്? വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു ലക്ക് കിട്ടി. നടന്നു കഴിഞ്ഞാൽ സ്പീഡ് കൂടും. നടന്നു കഴിയുമ്പോൾ നമുക്ക് ഇത് വരും. ഇത് അവിടെ യൂണിറ്റി ഓഫ് സ്റ്റാച്ചു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ക്യാച്ച്മെന്റ് ഏരിയ ആണ്. ക്യാച്ച്മെന്റ് ഏരിയ നല്ല സൂപ്പറാട്ടോ ആണ്. തങ്കപ്പം ചുളറാപ്പിലാവറോ നല്ല സ്പീഡൊക്കെ ഇടത്തല്ലേ, അഡ്ജസ്റ്റ് സ്പീഡ്. ഇപ്പം നമ്മൾ നല്ല സ്പീഡിലാണ് പോണത്. സൈഡ് നോക്കുമ്പോൾ അറിയാം. സ്റ്റാച്ചുവിലേക്ക് കയറിയാണ്. അപ്പോൾ
അപ്പം ലൈവിൽ നമുക്ക് നല്ല നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കുറച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ കാല് ദീപ ഒന്ന് നിന്നേ, വിജയൊന്നും ഒന്ന് നിന്നേ, നമ്മൾ കാലും ഇതൊക്കെ കാണിക്കാനാണ്, ഹൈറ്റ് അറിയിക്കാനാണ്. അവർ ഏകദേശം കണ്ട നോക്കിയേ, കണ്ട അപ്പോൾ ഒന്നിൽ നിന്നാൽ ഒരു രക്ഷ ഉണ്ടാവില്ലല്ലേ. ആ അത് കണ്ടത്. എൻ്റെ അമ്മോ എന്ത് പണി. ഇതിൻ്റെ അകത്തൂടെ നമുക്ക് കയറാവുന്നതാണ് കേട്ടാ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ചുറ്റെടുക്കാം. വെള്ളം വളരെ കുറവാണിപ്പം. ഇതേ കണ്ട. ഇപ്പോൾ നമ്മൾ പട്ടേൽ പ്രതിമയുടെ ബാക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. വേണ്ട ഇത് പട്ടേൽ പ്രതിമയുടെ കാല് ഒന്ന് നോക്കിയെന്ന്. ഈ കാല് തന്നെ എത്ര ഉണ്ടാവും അല്ലേ? കാലിൻ്റെ വീതി തന്നെ ഒരു അത്യാവശ്യം ഒരു 2 ബോഗി, ട്രെയിനിൻ്റെ 2 ബോഗി ഇട്ടാൽ എത്ര ഉണ്ടാവും? അത്ര ഉണ്ടാവും. 2 കൂള് ബോഗി ഉണ്ടാവും അല്ലേ? ഇതേ ബിഗുവൊക്കെ ഉറുമ്പ, ഒരു മഞ്ഞ ഉറുമ്പ്. ഇന്ന് അമ്മയും മോനും മാച്ച്. അച്ഛനെ പുറത്താക്കി കേട്ടാ. അച്ഛൻ മാച്ചല്ലതേ കണ്ട, അച്ഛൻ മാച്ചല്ല, മനഃപൂർവ്വം എന്നെ ഒഴിവാക്കി കണ്ട. അവരെന്നെ ചതിച്ചു. ഇന്നത്തെ കമ്പനിയിലേതാണ്, അവരെന്നെ ചതിച്ചു. അതെ കണ്ടോ, നമ്മൾ വന്ന വഴി കണ്ടോ, വന്ന വഴി മറക്കരുതെന്ന് പറയില്ലേ, അതാണ് കാണാൻ. നോക്കി എന്ത് രസമാണെന്ന് നോക്കി. എന്തൊരു രസമാണെന്ന് നോക്കിയേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഉള്ളിലോട്ട് കയറണം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളിലോട്ട് കയറും. ഇവിടെയൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ലൈറ്റ് ഇടുമെന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്തൊക്കെ. വെള്ളത്തിൻ്റെ ഒരു അട്രാക്ഷൻ കിട്ടുന്ന രീതിയിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ലൈറ്റിംഗ് ആണ്, വെള്ളത്തിൻ്റെ ഒരു ലൈറ്റിംഗ് കിട്ടുന്ന രീതിയിൽ. ഇതിപ്പോൾ നമ്മൾ താഴെ എത്തി. ഇനി ഇതിൻ്റെയും താഴെയാണ് നമ്മുടെ ഗ്യാലറി. അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അതിലോട്ട് കയറും ഇപ്പോൾ. അയ്യോ നന്നായിട്ട് ഇറക്കപ്പെടാൻ. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പോവാണ് ഗായ്സ്. കണ്ടു ഞാൻ, അതൊക്കെ അവർ കണ്ടു. അപ്പോൾ ഇതാണ്, ഈ വഴിയാണ് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് നേരെ കയറാം. ബിഗു ഹാൻഡ് സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. ഇത് AC ആണ് കേട്ടോ റൂം. ഇവിടെ AC ആണ്. ഇതിൽ സ്റ്റാച്ചുവിൻ്റെ ഹൈറ്റുകൾ, പിന്നെ ഈ സ്റ്റാച്ചു ഉണ്ടാക്കിയ ഓരോ ഘട്ടങ്ങൾ ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. 0 to ഇങ്ങനെ ഈ രീതിയിലാണ് സ്റ്റാച്ചുവിൻ്റെ നിർമ്മാണം നടന്നതെന്നാണ്. നമ്മൾ ഉദ്ദേശിക്കണ പോലല്ല, ഇതിൻ്റെ അകത്ത് ശരിക്കും ഓഫീസുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ പട്ടേൽ പ്രതിമയാണ് ഏറ്റവും ടോപ്പ് പ്രതിമ. 182 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ്. അതിൻ്റെ താഴെയുള്ള ചൈനയുടെ ബുദ്ധയാണ്
അതിൻ്റെ താഴെയാണ് ജപ്പാൻ, അതിൻ്റെ താഴെയാണ് ബിഗു എന്ന് പറഞ്ഞ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അതിൻ്റെ താഴെ മദർലാൻഡ് അല്ലേ. അപ്പം നമ്മൾ ഇന്ത്യ 1-ാം സ്ഥാനത്ത്. പട്ടേലിൻ്റെ പ്രതിമ ഇവിടെ നല്ല രീതിയിൽ തല മാത്രമാണുള്ളത് അല്ലേ. എനിക്ക് അടിപൊളി. ഈ ഇവിടെ ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഇതൊരു ചെറിയ പട്ടേൽ പ്രതിമ. ഇവിടെ വലിയ സ്ക്രീൻ, ബിഗ് സ്ക്രീനിൽ ഓരോന്ന് കാണിക്കുന്നുണ്ട്. നമ്മളെ ലിഫ്റ്റിൽ കയറാനായിട്ട് ക്യൂ നിൽക്കണം, തിരക്കുണ്ട്. ലിഫ്റ്റിൽ കയറാനായിട്ട് ക്യൂ നിൽക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുറേ കാഴ്ചകളുണ്ട്. നല്ല അത്യാവശ്യം ക്യൂ ഉണ്ട്. ഇത് വെള്ളം, ഇതൊരു തിയേറ്ററാ. അതെ, ഫ്രീ ആണ്. The main artery of the dam is the Narmada Main Canal, which is the world's largest line irrigation canal, measuring 458 kilometers in length. ശരിക്കും ബസ് അരത്തുവത്തിലേക്ക് വിളിച്ചത്. ഒരു മ്യൂസിയത്തിൻ്റെ ഓരോ സംഭവങ്ങൾ കണ്ട, നല്ല ഭംഗിയായിട്ടാണ്, ഇത് വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കാൻ നോക്കി. എടാ പുള്ളിപ്പുലി ഇരിക്കണടാ. പുള്ളിപ്പുലി പൊളിക്കരിക്കണം. അപ്പം പിന്നെ നമുക്ക് സാവകാശം മുകളിൽ കയറാനുള്ള ശ്രമം നടത്താമെന്ന് എനിക്ക് തോന്നുന്നു. ബിഗു ഇരുന്ന് പോയി. ബിഗു ക്വസ്റ്റ്യൻ ആൻസർ എന്തോ ചെയ്യാൻ കേട്ടോ. അയ്യോ പൊട്ട തെറ്റായി പോയി. ശരി, ക്യൂവിലേക്ക് പോവാം. ദീപ എന്നിട്ട് ഇറങ്ങിയിട്ടാണേലും കയറാം. ബാ സാറേ. അല്ല അപ്പോൾ നമ്മളിനി ക്യൂവിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് കയറുകയാണ്. ലെഫ്റ്റിൽ ഇതേപോലെയൊക്കെ ഓരോന്ന് വെച്ചിട്ടുണ്ട്. 10 നിലയാണെന്ന് എനിക്ക് തോന്നുന്നു. 10ാം നിലയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞപ്പോൾ P1, P5, P6, P10 തോന്നുന്നു.
तो मिलेंगे हमारे साथ। अच्छा YouTube करना हो रहा है लेकिन ये कब तक है? ये ये हफ्ते में लेना है 6 बजे ड्यूटी। 6 बजे ഈ തന്നെ ആവും कल घुमा गया എന്നിട്ട് ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ താഴെ വരെയുള്ള കാഴ്ചകളാണ്. അപ്പോൾ നമ്മളിത് ഇറങ്ങാണ് DG ഗാലറി എന്നാണ്. അപ്പോൾ നമ്മൾ കയറി വെൽക്കം ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നാൽ നമുക്ക് ചെവിയൊക്കെ അടഞ്ഞല്ലേ, നമ്മുടെ ചെവി അടഞ്ഞെന്ന് എൻ്റെയൊക്കെ ഒന്ന് ചെവി അടഞ്ഞത്. ഇതിൻ്റെ അകത്ത് വേണ്ട ഈ പട്ടേൽ പ്രതിമയുടെ കൺസ്ട്രക്ഷൻ കയറിക്കണ കണ്ട മനസ്സിലാണ്ട. ഏറ്റവും മുകളിലല്ല, ഇതിൻ്റെ മുകളിലുണ്ട്. ആ നെഞ്ചത്ത എന്തോ ആണ് വേണ്ട. ഇവിടെ നിന്നാൽ നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം. ഉണ്ടോ ഇത്ര മുകളിലാണ് നമ്മൾ. ഫുൾ ടോപ്പല്ല ഇത്. ഉണ്ടോ കണ്ടോ ഇത് നമുക്ക് കണ്ടോ. ഇതാണ് താഴത്തെ കാഴ്ചകൾ. ഡാമും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുത്താ കണ്ടോ. स्टैचू ऑफ यूनिटी म्यूजियम गैलरी में आप सभी का स्वागत है। अभी आप सरदार वल्लभ भाई पटेल के चेस्ट में आ गए। 38 से 40 सेकंड में लिफ्ट आपको ऊपर लाती, इसलिए आपको पता नहीं चलता। लिफ्ट फास्ट है। अगर हाइट में देखने जाए तो 135 मीटर पर अभी खड़े। टोटल हाइट है 182 मीटर। तो गुजरात विधानसभा की एमएलए का जो सीट है 182, इसके हिसाब से स्टैचू की हाइट 182 मीटर रखी गई। अगर फ्लोर से हिसाब से देखें तो 45 फ्लोर पर अभी खड़े हैं। पूरे स्टैचू 60 फ्लोर जितना। ये लास्ट है, यहाँ से ऊपर नहीं जा सकते। लिफ्ट यहाँ तक ही है, सीढ़ियाँ सिर्फ मेंटेनेंस वाले ही जा सकते हैं। तो यहाँ से आपको दिखना है सामने सरदार सरोवर डैम और पीछे का पानी यहाँ से दिखाई देता है। और इस तरफ की सातपुड़ा की पर्वतमालाएं है, इस तरफ की विंध्याचल की पर्वतमालाएं है। और नीचे जो रिवर है नर्मदा रिवर, तो नर्मदा रिवर के बीच में साधु आइलैंड पे स्टैचू ऑफ यूनिटी बनाया गया है। और ये जो जाली है सरदार वल्लभ भाई पटेल को कोट पहना है, जैकेट इसकी डिजाइन है। और इस तरफ दोनों तरफ बाहर की तरफ ये जो पार्ट दिख रहा है शॉल का इसका पार्ट दिख रहा है। और बीच में जो पट्टी है बटन पट्टी है, वहाँ से आपको कोट का ऊपर से 2nd नंबर का गोल आकार का बटन दिखाई देगा। और ये जो सरदार वल्लभ भाई पटेल की प्रतिमा क्यों बनी, उन्होंने 562 रियासतों को एक किया था, इसलिए स्टैचू ऑफ यूनिटी बनाया गया है। तो फ्रंट व्यू देखना है, दोनों तरफ इंटरनल स्ट्रक्चर देखना है, पीछे बैक व्यू देखना है, उसके बाद लिफ्ट छोड़ेगी नीचे म्यूजियम में वो देखना है। उसके बाद बाहर निकल के दोनों तरफ एस्केलेटर है, वहाँ से ऊपर चढ़ना, वहाँ पे पैरों के पास जाके बाहर का स्टैचू दिखाई देगा। उसके बाद वैली ऑफ फ्लावर और सरदार सरोवर डैम, वो 2 चीज़ें आपकी ये टिकट में इंक्लूड है। वो आपको बस लेके जाएगी, बस बाय बस पार्किंग। थैंक यू। वो बटन देख लो, वो जो पूरा का दिख रहा है। ഈ 2nd നമ്പർ ബട്ടണാണെന്നാണ് പറയണത് മുകളിൽ നിന്ന്. ഇത് ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഏകദേശം നമ്മുടെ ഗുജറാത്തിൽ MLA-മാരുടെ എണ്ണം 182ആണ്. അപ്പോൾ ആ 182 MLA-മാരുടെ എണ്ണത്തിനനുസരിച്ചാണ് ഇതിൻ്റെ ഹൈറ്റ് 182 അങ്ങനെയാണ് വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കണം 45 നിലയാണെന്നാണ് പറഞ്ഞത് അല്ലേ. 45 നില ഹൈറ്റിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ 10 നില എന്നൊക്കെയാണ് ഓർത്തത്. 45 നില ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. പിന്നെ ഇതിൻ്റെ ബട്ടൻ്റെ കാര്യം പറഞ്ഞത്, ഇവിടെ ഒരു 2nd ബട്ടണാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത്. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് മുകളിൽ നിന്ന്. പിന്നെ വിശദമായിട്ട് അവർ പറഞ്ഞു, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കിനി ഒന്ന് തർജ്ജിമ ചെയ്ത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുറ്റെടുക്കാം അല്ലേ. ഇത് ഈ വഴിയാണെന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ആഹാ അതേ കിടക്കണം. ഇത് നമ്മളിപ്പോൾ വന്നാണല്ലേ. ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ടാണ്. അതെ ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ കണ്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ.
ശരിക്കും ഒരു ഓഫീസ് സമുച്ചയങ്ങളൊക്കെ വരുമെന്നാണ് പറയുന്നത് ഇതിൻ്റെ അകത്ത്. ഇപ്പം നിലവിൽ വന്നിട്ടില്ല. ഓഫീസുകൾ ഓരോന്നും പണിയുമെന്നാണ് പറയുന്നത്. ഇത് ഓരോ സുഖമായിട്ട് നല്ല കെട്ടിടങ്ങൾ ഓഫീസ് പണിയായതിൻ്റെ അകത്ത്. ഗവൺമെൻറ് ഓഫീസുകൾ ഇവിടെ വരുമെന്നാണ് പറയുന്നത്. ടോയ്ലറ്റുകളൊക്കെ ഉണ്ട്. ഇത് ബാക്ക് സൈഡ് കാണാം. ബാക്ക് സൈഡ് നന്നായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനത്തെ ഓഫീസുകളൊക്കെ ഇവിടെ വെക്കാം. നർമ്മദാ നദിയാണ്, നർമ്മദാ നദി. ഒന്ന് കേട്ട് നോക്കാം. ഭയങ്കര സ്പീഡായതുകൊണ്ടേ. നമ്മൾ മുകളിൽ നിന്നാണ് കാണുന്നത്. ഡാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഡാം കണ്ട, ഞാൻ സൂം ചെയ്തിപ്പോൾ കാണിക്കുന്നുണ്ട്. ഡാം കാണാൻ പറ്റുന്നുണ്ട്. ഇത് വന്ന വഴി കണ്ടല്ലോ അല്ലേ, നമ്മൾ നടന്ന് വന്ന വഴി. പിന്നെ അതുകൂടാതെ ഇത് ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയാണ്. വെള്ളം കുറവാണെന്ന് നേരത്തെ പറഞ്ഞു, വെള്ളമില്ല. നല്ല മേഘങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അടിപൊളിയല്ലേ നോക്കി. ഏ സൈഡ് അതാ നമ്മളിപ്പോൾ കയറിയപ്പോൾ ഇതിൻ്റെ അകത്ത് തെക്കൻ പറ്റ ഹൃദയ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ കയറി. അവിടെ ഒരു ഹോള് ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ ഗാലറിയിൽ നിന്ന് പുറത്തിറങ്ങി. ഇനി ഇവിടെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. വണ്ടിയിൽ പോകണമെന്നാണ് പറഞ്ഞത്. ഡാമിലും പിന്നെ ബട്ടർഫ്ലൈ ഗാർഡനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ ജസ്റ്റ് എടുക്കാം നമുക്ക്. ഓക്കെ, ഫ്രീ ആണ്. സെൻസറും ആണ് കേട്ടോ. നമ്മൾ വെറുതെ കൊണ്ട് വെച്ചാൽ മാത്രം മതി അല്ലേ. അവിടെയൊക്കെ തിരക്കായി. മുകളിൽ നിന്ന് കണ്ടപ്പോഴേ എന്താന്ന് ഓർത്ത്, ഇത് മെറ്റൽ പാക്ക് ചെയ്തിരിക്കുകയാണ്. കമ്പിയുണ്ട്, മെറ്റല് പാക്ക് ചെയ്തിരിക്കുകയാണ്. അബിക്ക് പറയണ അവിടെ പല പല ഫ്ലാഗുകൾ ഉണ്ടെന്നാണ് പറയണത്. മെറ്റൽ പാക്കിംഗ്. ഇത് വെയിറ്റിംഗ് ഏരിയ ആണെന്ന് തോന്നുന്നു. വെയിറ്റിംഗ് ഏരിയ ആണ്. ഇവിടെ ഫുഡ് കോർട്ടുണ്ട്. അത്യാവശ്യം നല്ല ചാർജ്. ഞാൻ പോയി കഴിച്ചിട്ടുണ്ട്. ഫുഡ് കോർട്ടുണ്ട്. പിന്നെ നമുക്ക് പറ്റിയ ഫുഡ് കിട്ടൂല, അതുകൊണ്ട് ഞങ്ങൾ കയറുന്നില്ല. ഞങ്ങൾ ഓൾറെഡി കയ്യിൽ കരുതിയിട്ടുമുണ്ട്. നമ്മുടെ കയ്യിൽ അത്രയ്ക്ക് ബഡ്ജറ്റ് ഇല്ല താനും. അടിപൊളിയാണ്. ഇതാണ് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക ഞങ്ങൾ. ഇനി ബസ് സ്റ്റാൻഡ് വരെ നമുക്ക് കുറച്ച് നടക്കണം. ഇവിടുത്തെ വെയിൽ ആഞ്ഞ വെയിലാണ്, ഭയങ്കര വെയിലാണ്. ജംഗിൾ സഫാരിയാണ്. നമ്മൾ ആ ടിക്കറ്റ് എടുക്കാത്തതുകൊണ്ട് നമുക്ക് അവിടെ ഇപ്പോൾ നമ്മൾ കയറുന്നില്ല. ടിക്കറ്റ് എടുത്തവർക്ക് ഇവിടെ ഇറങ്ങാവുന്നതാണ്. അപ്പോൾ കുറേ പേര് എടുത്തിട്ടുണ്ട്. നമ്മൾ അതൊന്നും എടുത്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഗാലറി ടിക്കറ്റും മറ്റും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഡൈനോ ട്രയൽ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഡൈനോ ട്രയൽ ഇത് കാണാനാണ് ഇതിൻ്റെ അകത്ത് കയറണം കേട്ടോ. നമ്മൾ ഡാം വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേബിൾ കാറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഡാം പോയിന്റിലേക്ക് പതുക്കെ നടക്കാം. ജസ്റ്റ് ഇങ്ങനെ നടന്ന് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ ഡാം പോയിന്റിലെത്തും. അപ്പോൾ ബിഗുവിന് ഡൈനോ എന്താണ് ഡൈനോ ട്രെയിൻ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. വെറുതെ ഒരു കാര്യമില്ലാത്ത കാര്യമാണ്.
അതുകൊണ്ട് അതാണ് ഉണ്ടാവും വടക്കാണ്. വടക്ക ഈ ബണ്ട് കട്ടയൊക്കെ ഉണ്ടോ, നല്ല വലിയ കട്ടയാട്ടോ അല്ലേ, അത്യാവശ്യം വലിയ കട്ടയാ ഉണ്ടോ. എൻ്റെ ഫുൾ കൈയുണ്ട്, വലിയ കട്ട. ഇവിടെ എന്തൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, കൺസ്ട്രക്ഷൻസ് കുറേ നടക്കുന്നുണ്ട്. ആ സൈഡിലും അതേപോലെ തന്നെ എനിക്കൊണ്ട് ബാത്റൂംസും കാര്യങ്ങളൊക്കെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ അവിടെ കുറച്ച് കയറ്റമുണ്ട് കേട്ടോ. നാല് സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള വൈദ്യുതിയും വെള്ളവും എന്ന് പറഞ്ഞാൽ കൃഷിക്ക് ആവശ്യമായ വെള്ളവും നൽകുന്ന വലിയൊരു ഡാമാണ്. ഏകദേശം 162 അടി ആണ് ഇതിൻ്റെ ഹൈറ്റ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര ഈ 4 സംസ്ഥാനങ്ങൾക്കുള്ള ഇലക്ട്രിസിറ്റിയും വാട്ടറും നൽകുന്ന വലിയൊരു പ്രോജക്റ്റാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് 163 ഫീറ്റാണ്. ഇതിൽ ലോകത്തിലെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോൺക്രീറ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഡാമിൽ 2ാമതാണ്. നമ്മൾ വാലി ഓഫ് ഗാർഡൻ, യൂണിറ്റി ഗ്ലോ ഗാർഡൻ, അതാണ് എൻ്റെ പേര്. അവിടെയാണിപ്പോൾ ഉള്ളത്. രാത്രിയിലൊക്കെയാണ് നല്ല ഫീൽ ഉണ്ടാവുള്ളൂ, ഒരു വൈകുന്നേര സമയത്തൊക്കെ നല്ല ഫീലാണ്. അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ടൊന്ന് കയറിച്ചല്ല, ഈ വഴിയാണ്. ഹട്ടിൻ്റെ മുകളിൽ പുല്ല് പോലെയൊക്കെ ചെയ്ത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്ലാസ്റ്റിക് ആകാനാണ് സാധ്യത. ഇതാണ്, ഇത് ഒറിജിനലൊന്നും അല്ലല്ലോ. ഇതൊക്കെ രാത്രി ആകുമ്പോൾ നല്ല ലൈറ്റ്. കാരണം ഞാൻ കഴിഞ്ഞോണം വന്നപ്പോഴേ ഫ്ലവർ വെച്ച് ആണ് പലതും ചെയ്ത് വെച്ചിരുന്നത്. അത് ആ സമയമാകുമ്പോൾ അത് ചെയ്തിപ്പോൾ ഫ്ലവറിൻ്റെ ടൈമല്ല. ഇതൊക്കെ നല്ലതായിട്ട് തിളങ്ങി നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഗ്ലോ ഗാർഡൻ കേട്ടോ. പട്ടേൽ പ്രതിമകളൊക്കെ അങ്ങനെ കാണാം. നമ്മുടെ അവിടുത്തെ പോലെ അല്ല, വെയിൽ ഇത്തിരി ചൂട് കൂടുതലാണ്. എന്നാൽ ചെറിയ കാറ്റുള്ളതുകൊണ്ട് റോസുകളൊക്കെ ഇഷ്ടംമാരെ കിട്ടല്ലേ. റോസസേ റോസ് പറയണ്ടേ. കണ്ടോ, റോസൊക്കെ അടിപൊളിയായിട്ട് കുറേ റോസൊക്കെ ഉണ്ട്. മേക്ക് ഇൻ ഇന്ത്യ. നമുക്ക് ഇത്തിരി അങ്ങോട്ട് പറഞ്ഞാൽ ബട്ടർഫ്ലൈ ഗാർഡൻ നോക്കുന്നുണ്ട്. ബട്ടർഫ്ലൈ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ ആയിട്ട് നിൽക്കും. ഇതില്ല അവിടെ ഉണ്ട്. ചെമ്പരത്തികൾ ഇത് ചെമ്പരത്തികളാണ്. എല്ലാം ഏകദേശം ഒരേ ചെമ്പരത്തിയാണല്ലോ, നല്ല കളർഫുള്ളാണ്. ചെമ്പരത്തിയാണ് കൂടുതലല്ലേ, എല്ലാം ചെമ്പരത്തിയാണ്. ബട്ടർഫ്ലൈയുടെ വിവിധതരം ബട്ടർഫ്ലൈകളുടെ പേരും അല്ലേ, ഡീറ്റെയിൽസും ബട്ടർഫ്ലൈ ഉണ്ടാകുന്നതിൻ്റെ സംഭവങ്ങൾ
ഇത് ബട്ടർഫ്ലൈ പാർക്കാണിത്. ഈ നട്ടുച്ച ആയതുകൊണ്ടാണ് ബട്ടർഫ്ലൈനെ കിട്ടുമോ എന്നറിയില്ല. ഇത് പ്ലാസ്റ്റിക് ഗ്രാസാണ്. ഇനി ബിഗുവിൻ്റെ ഫോട്ടോ നമുക്ക് ബട്ടർഫ്ലൈയിൽ നിന്ന് തുറന്നെടുക്കാം അല്ലേ ബിഗു? ആർക്കൊക്കെ വെറുതെ നിന്നൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ, വീഡിയോ അല്ല ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഒരു ബട്ടർഫ്ലൈ ആണിത്. മട്ക കുൽഫി കണ്ട എന്ന് പറഞ്ഞാൽ ഒരു ഇതാണ് കുടത്തിലുണ്ടാക്കണ കേട്ടോ. ഇതെനിക്ക് മൺകുടമാണ്. മൺകുടത്തിലുള്ള കുൽഫി 50 രൂപയാണ് അതിന്റെ വില. 50 രൂപ. ബിഗുവിനും എല്ലാവർക്കും എടുത്തിട്ടുണ്ട്. മട്ക കുൽഫി. ഇത് സാധാ കുൽഫിക്ക് 20 രൂപയാണ്. സ്പൂൺ ഉൾപ്പെടെയാണത്. ഞങ്ങള് വണ്ടി ഇട്ട സമയത്ത് ഞങ്ങളുടെ 2 വണ്ടി ഉണ്ടാവുള്ളൂ അല്ലേ. ഇതിപ്പോ വണ്ടികളുടെ ബഹളമായി നോക്കിയാൽ. അതിതൊരു ചെറിയ പാർക്കിംഗ് ഗ്രൗണ്ട് ആട്ടോ. ഓരോ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് ഇങ്ങനെ. അത് നമ്മുടെ മുമ്പിൽ വണ്ടികൾ ഇട്ടില്ല കണ്ട. അവർക്കറിയാം ലഡാക്ക് വരെ പോകാനുള്ള ടീമാണെന്ന് അവർക്ക് അറിയാം. വണ്ടിയുടെ മുകളിൽ പൊടി നോക്കിയേ. ഈ സാറേ ഞങ്ങളിത് കഴുകാന്ന് ഓർത്താണ്. അപ്പൊ സാറ് പറഞ്ഞ കഴുകരുത്, മൊത്തം അഴുക്കായി കാണണം എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടാ. പുള്ളി സമ്മതിച്ചില്ല അല്ലേ. അപ്പൊ നമ്മളെ കഴുകാന്ന് ഓർത്ത് സാറ് സമ്മതിക്കണില്ല. വണ്ടി നോക്കും, അതുകൊണ്ടാണ്. നോക്കൂല. അപ്പൊ നമ്മള് ഇനി എങ്ങോട്ടാ പോണത് ബിഗു? രാജസ്ഥാനിലേക്ക്. ഉദയ്പൂരിലേക്ക് പോവാണ്. ഭക്ഷണം കഴിക്കാനായിട്ട് ഇപ്പോൾ രാജസ്ഥാനിലേക്ക് പോണ വഴിയാണ്. അപ്പോൾ ഒന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങാമെന്ന് കരുതി. ഇതൊരു കാടിൻ്റെ അന്തരീക്ഷമാണ്. അപ്പോൾ ഇവിടെ ഒരു ഹട്ട് പോലെ കണ്ട്. അപ്പോൾ അവിടെ കയറി കഴിക്കാമെന്നാണ് ഓർത്തത്. പക്ഷെ അവിടെ 2 പേര് ഇരിപ്പുണ്ട്, ഒരു ഫാമിലി ഇരിപ്പുണ്ട്. അപ്പം അതുകൊണ്ട് വല്ല പുലിയ കടുവയോ ഒക്കെ ഉണ്ടാവുമോയെന്ന് അറിയില്ല. അങ്ങനെ ഫോട്ടോസൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ജനവാസമുള്ള ഏരിയ ആണ് താനും. ചെറിയ തോട്ടങ്ങളൊക്കെ കാണാം. ചെറിയ നമ്മുടെ ചോളക്കൃഷി തുടങ്ങുന്ന ഘട്ടമാണ്. വലുതായി വരാനുണ്ട്. ഞങ്ങൾ ആ ഹട്ടിൽ അങ്ങോട്ട് കയറി. ഇത് ഹട്ട് ഞങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അവർ അങ്ങോട്ടേക്ക് നടന്നു പോയി. അവരുടെ വീട് അവിടെയാണ്. അവർ ഈ കൃഷി നോക്കുന്നവരാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ബിഗുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ദാബയിൽ വന്നു കഴിഞ്ഞാൽ ബിഗുവിന് ഇത് കണ്ട്, ഇത് മറ്റേ ആ മോഡലാണ് കേട്ടോ, കയറിട്ടത്. അതിൽ ഇരിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ബിഗു അവശതയെന്നോണം നടന്ന് വെയിലൊക്കെ കൊണ്ടിട്ടേ അവശതയായി. അപ്പോൾ നമുക്ക് ഇരിക്കാം. നമ്മൾ പായൊക്കെ വിരിച്ചു. ബിഗു ഇവിടെ കിടപ്പുണ്ട്. എനിക്കും കിടക്കാൻ തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ കിടക്കും. ഞാനും കിടന്ന് കട്ടിലിൽ കിടന്ന് ഞങ്ങൾ ഉറങ്ങുകയാണ്. നല്ല സുഖമുണ്ടല്ലോ, നല്ല സുഖമുണ്ട്. പുലി വന്നാൽ പുലി ബിഗുവിനെ പിടിച്ചോട്ട് പോകും. കണ്ടോ, അടിപൊളി അടിപൊളി. ഇത് പനയോല കേട്ടോ. പനയോല സാധനങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കാനാണ്. നല്ല അടിപൊളി. അത്യാവശ്യം നല്ല തണവുമാണ് അല്ലേ, നല്ല തണവാണ്. അതെ അതെ അതെ. ശിവവില്ല എന്ന് പറയുന്ന ഒരു ഹോം സ്റ്റേയിലാണ് വന്നിരിക്കുന്നത്. നോക്കി, അടിപൊളി റൂംസാണ് കേട്ടോ, അടിപൊളി റൂംസ്. നോക്കി, 2 ബെഡുണ്ട് കേട്ടോ. ഈ 2 ബെഡിന് നമുക്ക് ആകെ ചിലവ് വന്നിരിക്കുന്നത് ആകെ 1500 രൂപയാണ്. നാലിച്ചേക്ക് 1500 രൂപയ്ക്ക് AC വരെ ഉണ്ട്. വേണമെങ്കിൽ നമ്മൾ AC ഇടുന്നില്ല.
അത്രയ്ക്ക് നല്ല മനുഷ്യർ. കാരണം എനിക്കൂടെ തിരക്കില്ലാത്തതുകൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നാണ്. ഏതായാലും നമ്മൾ ഹാപ്പി അല്ലടാ ബിഗു, നമ്മൾ അടിപൊളി ഹാപ്പി. അപ്പോൾ നമ്മളിന്ന് ഇവിടെ മുകളിൽ പാചകം ചെയ്യാനുണ്ട്, അതിന് അടുക്കളയും വിട്ട് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നാളെ ഇത് കഴിഞ്ഞിട്ട് കാണാം. ഈ വീഡിയോ ലൈക്ക് ചെയ്യണം,